അതുകൊണ്ട് പറഞ്ഞു യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരെ, പടച്ചവനുണ്ട് എന്ന് ബോധിച്ചവരെ, എന്റെ റസൂൽ സത്യപ്രവാചകനാണെന്ന് മനസ്സിലാക്കിയവരെ, നിങ്ങളോട് പറയട്ടെ, ഇന്നൽ ഖംറ മാ ഖാമറൽ അഖൽ, മനുഷ്യന്റെ ബുദ്ധിയെ തകരാറിലാക്കുന്നതെല്ലാം, വൽ മൈസിറു, ഖബർ സാഹിബ് വെൽക്കം വെൽക്കം. നമ്മുടെ എല്ലാ പരിപാടികളിലും ഇതിന്റെ തിരക്കിനിടയിലാണെങ്കിലും സ്പീക്കർ എത്തിച്ചേരുന്നു എന്നത് വലിയൊരു അനുഗ്രഹമാണ്. അല്ലാഹു അദ്ദേഹത്തിന്റെ സേവനങ്ങളിൽ ബറക്കത്ത് ചെയ്യട്ടെ. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിർ, കാശ് കൊണ്ട് നിങ്ങൾ കളിക്കുന്ന ചൂതാട്ടവും, വൽ ഖംറു, മനുഷ്യന്റെ ബുദ്ധിയെ മറച്ചു വെക്കുന്ന ഡ്രഗുകളും ലഹരികളുമെല്ലാം, വൽ അൻസ്വാബ്, സർവേശ്വരനായ പടച്ചവൻ ചിത്രങ്ങളിലോ രൂപങ്ങളിലോ മനുഷ്യന്റെ ചിന്തകളിലോ രൂപപ്പെടുന്നതല്ലെന്നും, ആ സൃഷ്ടാവിന് രൂപങ്ങളോ ചിത്രങ്ങളോ നിങ്ങൾ എന്ത് തന്നെ വിചാരിച്ചാലും അതുപോലെ ഒന്നുമല്ല എന്ന്, ലൈസ കമിഥിലിഹി ശൈഉൻ വഹുവസ് സമീഉൽ ബസീർ, നിങ്ങൾ ചിന്തിക്കുന്ന ഒന്നുപോലെയുമല്ല അല്ലാഹു എന്നിരിക്കെ പടച്ചവന്റേതാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഉണ്ടാക്കുന്ന വിഗ്രഹ രൂപങ്ങൾ പടച്ചതമ്പുരാനാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്ന ഖദറിൽ വിശ്വാസമില്ലാതെ, വഫിസ്സമാഇ റിസ്ഖുകും വമാ തുഅദൂൻ, ആകാശലോകങ്ങളുടെ ഉന്നതങ്ങളുടെ കിടക്കുന്ന സത്യലോകത്തിന് അതീതനായ പടച്ചതമ്പുരാനാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്ന് മനസ്സിലാക്കാതെ ശകുനം നോക്കുന്ന അമ്പുകളിൽ വിശ്വസിക്കുന്നവരെ, ഈ പരിപാടി 4 റിജ്സുൻ മിൻ അമലി ശൈത്താൻ, ഇത് മലിനമാണ്, പിശാചിന്റെ പണിയാണ്. അപ്പൊ പിശാചുണ്ട് എന്ന് ആദ്യം മനസ്സിലാക്കണം. അതിന് പടച്ചവനുണ്ട് എന്ന ആ ഒരു ആശയത്തിലേക്ക് മനുഷ്യൻ എത്തണം. അതിന് മുമ്പ് ഒരു സാധനവും ഒരു സത്താവില്ലാതെ nothing can be created out of nothing എന്ന ബേസിക് ഫൗണ്ടേഷൻ ഒരു മനുഷ്യന് വേണം. ഇതൊന്നും ഇല്ലെങ്കിൽ അൽ കാഫിറു ലാ അഖല ലഹു, പടച്ചവനെ നിഷേധിക്കുന്ന മനുഷ്യന് ബുദ്ധിയില്ല. എന്തിനാ യുക്തിവാദികൾ സംസാരിക്കാൻ പോകുന്നത്? ബുദ്ധി വരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവരോട് സംസാരിക്കാം. ആദ്യം അറിയേണ്ടത് പടച്ചതമ്പുരാന്റെ അസ്തിത്വമാണ്. എന്നിട്ട് പടച്ചവൻ പറയാ, ഈ ബുദ്ധി നിങ്ങൾ നഷ്ടപ്പെടുത്തല്ലേ, നിങ്ങളുടെ ജീവിതത്തിന് അനിവാര്യമായ സമ്പത്ത് നിങ്ങൾ ചൂതാട്ടത്തിലൂടെ, ഗാംബ്ലിങ്ങിലൂടെ, കാസിനോകളിലൂടെ നിങ്ങൾ കൊണ്ടുപോയി തകർത്ത് കളയരുത്. നശിപ്പിക്കാനുള്ളതല്ല സമ്പത്ത്. വൽ അൻസ്വാബ്, നിങ്ങളുടെ പരമമായ വിധേയത്വം ഈ പ്രപഞ്ചത്തിന്റെ ഏകനായ സത്താവിനുള്ളതാണ്. അത് ഏകനായ പടച്ചവന് കൊടുക്കാനുള്ളതാണ്. അത് നിങ്ങൾ ഫാൾസ് ദൈവങ്ങളിൽ കൊണ്ടുപോയി വെക്കരുത്. വൽ അസ്ലാം, ശകുനം നോക്കുന്ന അമ്പുകൾ എന്ന് പറയുമ്പോ നിങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പടച്ചവനുണ്ട്. നിങ്ങളുടെ കർമ്മങ്ങൾ നിങ്ങളാണ് ചെയ്യുന്നത്. അത് നിങ്ങളുടെ ഇഖ്തിയാറാണ്. അത് നിങ്ങൾക്ക് ജസാഉം സവാബും ഉണ്ട്, നിങ്ങൾക്ക് പ്രതിഫലവും ശിക്ഷയുമുണ്ട് നിങ്ങളുടെ കർമ്മങ്ങൾക്ക്. എന്നാൽ നിങ്ങളുടെ കഴിവിനുള്ളിൽ പെടാത്ത, നിങ്ങൾക്ക് മേൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്ക് ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ ഉള്ളിൽ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ മേൽ സംഭവിക്കുന്നത്, നിങ്ങളുടെ ബോഡിക്കുള്ളിൽ നടക്കുന്ന ശരീരത്തിന്റെ പ്രവർത്തനങ്ങളടക്കം, ഇതൊന്നും നിങ്ങൾക്ക് ആക്സസ് ഉള്ള സംഭവമല്ല. അത് നിയന്ത്രിക്കുന്നത് ശകുനം നോക്കുന്ന അമ്പുകളല്ല. അത് നിയന്ത്രിക്കുന്നത് ആരാണ്? അൽ ഹയ്യുൽ ഖയ്യൂമായ അല്ലാഹുവാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന് നിങ്ങൾ മൂല്യം കൊടുക്കണം. നിങ്ങളുടെ വ്യവഹാരങ്ങൾക്ക് ഇവിടെ അല്ലാഹു മൂല്യം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ശകുനം നോക്കുന്ന പരിപാടി വേണ്ട. പിന്നെയോ, നിങ്ങളുടെ
സമർപ്പണം, നിങ്ങളുടെ ബുദ്ധിയെ സമർപ്പിക്കുന്നത് നിങ്ങൾ സമർപ്പിക്കേണ്ടത് സമ്പത്തിന്റെ വിഗ്രഹത്തിനല്ല, പടച്ചവനെന്ന പേരിൽ കിടക്കുന്ന ികൾക്കും അല്ല. പിന്നെയോ നിങ്ങളുടെ പരമമായ വിധേയത്വം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനാണ് കൊടുക്കേണ്ടത്. പിന്നെ നിങ്ങളുടെ ജീവിതത്തിന് അനിവാര്യതയായ സമ്പത്ത് ചൂതാട്ടത്തിനുള്ളതല്ല. പിന്നെയോ ലഹരിയുണ്ട്, ലഹരി. ആ ലഹരി കൊണ്ട് നിങ്ങളുടെ ബുദ്ധിയെ നിങ്ങൾ മറവെക്കരുത്, നിങ്ങളുടെ ബുദ്ധിയെ നിങ്ങൾ മായ്ച്ചു കളയരുത്, നിങ്ങളുടെ ഐഡന്റിറ്റിയെ നിങ്ങൾ ഇല്ലായ്മ ചെയ്യരുത്. അതുകൊണ്ട് സത്യവിശ്വാസികളെ, പടച്ചവനുണ്ട് എന്ന് ബോധ്യപ്പെട്ടവരെ, നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞിറങ്ങിയ സൂറത്തുൽ മാഇദയിലെ 90-91 ആയത്തുകൾ ഇറങ്ങിയപ്പോഴാണ് മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, കള്ളു കുടിച്ച് കൂത്താടിയിരുന്ന സമൂഹത്തിന് ഒരു ഡി അഡിക്ഷൻ സെന്ററിലേക്ക് പോകേണ്ടി വന്നിട്ടില്ല. അവിടെ നിന്നു മദീനയിൽ കള്ളുകൂടി നിർത്താൻ വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും ഒരു പ്രാക്ടീസിന് പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എന്തുകൊണ്ട്? ഞങ്ങൾക്കത് കഴിയും, ഞങ്ങൾക്കത് കഴിയും, നിർത്താൻ കഴിയോ, നിർത്തും. റമളാനിൽ സിസർ വലിക്കുന്ന നിർത്തുന്ന ആളുകളുണ്ട്, റമളാൻ കഴിഞ്ഞാൽ തുടങ്ങും ചെയ്യും. അതൊക്കെ ഒരു കളിയാക്കല്ലേ? നിർത്താൻ പറ്റൂലേ? സ്വഹാബികൾക്ക് ഒരായത്ത് കൊണ്ട് ഇത് നിർത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്താ നമുക്ക് പറ്റാത്തത്? അപ്പൊ നമ്മൾ വേറെന്തോ ചിന്തിക്കാൻ. ചിലരുണ്ട് ടെൻഷനാ, ഡിപ്രഷൻ ഗുളിക കുടിക്കാൻ, ദുആഉൻ നൂമ് ചൊല്ലുന്നുണ്ടോ? ഇല്ല. ആയത്തിൽ കുറിച്ച് ഓതുന്നുണ്ടോ രാത്രിയിൽ? ഇല്ല. അമല റസൂൽ ഓതുന്നുണ്ടോ? ഇല്ല. സൂറത്തുൽ മുൽക്ക് ഓതിയോ? ഇല്ല. ബിസ്മില്ലാഹിൽ ലദീ ലാ യദുറു മഅ ഇസ്മിഹി ദിക്ർ ചൊല്ലുന്നുണ്ടോ? ഹദ്ദാദ് റാത്തീബ് ഓതുന്നുണ്ടോ? ഒന്നുമില്ല. ഡിപ്രഷൻ ഗുളിക കുടിക്കുന്നുണ്ട്. മരുന്ന് നമ്മുടെ കയ്യിലുണ്ട്, അത് മനസ്സിലാക്കാതിരിക്കുമ്പോൾ പിന്നെ നമ്മൾ ഓടുകയാണ്. അതുകൊണ്ടാണ് ഖാദിസിയ യുദ്ധം നടന്നപ്പോ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ബൽഖ എന്ന ഒട്ടകം എടുത്തുകൊണ്ട് യുദ്ധക്കളത്തിലേക്ക് പോയിരുന്ന ഒരു മനുഷ്യൻ. അയാൾ കള്ളുകുടിയനായി, അല്ലെ കള്ളുകുടിയൻ എന്ന് പറയല്ല, അദ്ദേഹത്തിന് അത് നിർത്താൻ പറ്റിയിരുന്നില്ല. അമ്മൽ കർറു ഫകർറുൽ ബൽഖാ വൽ ഫർറു ഫർറു അബീ മിഹ്ജൻ. സഅദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ നോക്കുമ്പോഴേ, അത് തങ്ങളന്ന് രോഗം ബാധിച്ച് ശരീരമാസകലം മുറിവായിട്ട് ചുവരിൽ കട്ടിൽ കിടന്നുകൊണ്ട് യുദ്ധം നിയന്ത്രിക്കുകയാണ്. കാന സഅദുൻ യുദീറുൽ മഅറകത അലാ സരീരിഹി. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അബൂ മെഹ്ജൻ എന്ന് പറയുന്ന സഅദ് തങ്ങളുടെ കൂടെയുള്ള യോദ്ധാവ് നല്ല ഈമാനുള്ള ആളായിരുന്നു. പക്ഷേ ഇടക്ക് അറിയാതെ ഒന്ന് വീശും. അത് ഖാദിസിയ യുദ്ധത്തിന്റെ സമയത്ത് സഅദ് തങ്ങൾ അറിഞ്ഞു, പിടിച്ചു കൊണ്ടുവന്ന് ചങ്ങലയിലിട്ടു. അദ്ദേഹത്തെ ചങ്ങലയിട്ട് അദ്ദേഹം ഒരു പാട്ട് ഇങ്ങനെ പാടുന്നുണ്ട്. എന്താ യുദ്ധം നടക്കുമ്പോ, യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോ, എല്ലാവരും അവരവരുടെ ഈമാനിന്റെ സംരക്ഷണത്തിന് ഓടുമ്പോ ഞാനിതാ എന്റെ കാലുകളിൽ ചങ്ങലകളിൽ ബന്ധിതനായി കിടക്കുകയാണല്ലേ, എന്റെ ഒരു ദുരന്തമേ, എന്റെ ഒരു ദുരന്തമേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നുണ്ട്. സൽമാ ബീവിയോട് പറഞ്ഞു, സൽമ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാണ്, മഹദ് റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ഒന്ന് എന്നെ അഴിച്ചുവിട്ട് തരൂ, ഞാനൊന്ന് പോയിട്ട് വരാം, ഞാൻ വരും. അപ്പൊ സഅദ് എന്നവർ നിങ്ങളെ പിടിച്ചു കെട്ടിയതല്ലേ, ശരിയാ, ഞാൻ തീരുമാനം എടുക്കാം. ഫലില്ലാഹി അഹ്ദുൻ ലാ അഖീസു ബിഅഹദിഹി ലഇൻ ഫുർജിജത് അല്ലാ അസൂറൽ ഹവാനിയാ. യുദ്ധത്തിലേക്ക് എന്നെ വിടണേ എന്ന് പറഞ്ഞ് കെഞ്ചുകയാണ്. كفى حزنا ترتدي الخيل بالقنا وأتراك مشدودا علي وثاقيا. എന്തൊരു ദുരന്താണല്ലേ, ഞാനിങ്ങനെ ചങ്ങലയിൽ എന്റെ കൂടെയുള്ള ആളുകളൊക്കെ യുദ്ധക്കളത്തിൽ പോരാടുകയാണ്. അപ്പൊ അദ്ദേഹത്തിന് ചിന്ത തിരിച്ചു വന്നിരിക്കുകയാണ്, ആത്മബോധം തിരിച്ചു വന്നിരിക്കുന്നു. സൽമ ബീവിയോട് പറഞ്ഞു, സൽമ എന്നൊന്ന് കെട്ടഴിച്ചു തരുമോ, ഞാനൊന്ന് വരും. എന്നെ കൊണ്ട് ഞാനങ്ങാ യുദ്ധത്തിൽ മരിച്ച പിന്നെ തീർന്നില്ല, സഅദ് എന്നവർക്ക് എന്റെ മേൽ ശിക്ഷ നടപ്പാക്കേണ്ടി വരില്ലല്ലോ. അഥവാ ഞാൻ ജീവൻ കൊണ്ട് രക്ഷപ്പെട്ടാൽ ഈ ചങ്ങലയിൽ ഞാൻ വന്ന് നിന്നു തരാം, സഅദ് എന്നവർ അറിയണ്ട, എന്നൊന്ന് കെട്ടഴിച്ചു തരുമോ. സൽമ ബീവിക്ക്, സഅദ് തങ്ങളുടെ ഭാര്യയ്ക്ക് ഈ കെട്ടഴിച്ചു കൊടുക്കാൻ സഹായകമായത് ഈ ഒരു വാക്കാണ്.
ഫലില്ലാഹി അഹ്ദുൻ ലാ അഖീസു ബിഅഹ്ദിഹി. പരമകാരുണ്യകനായ എന്റെ റബ്ബിനോട് ഞാനൊരു ദൗത്യം, ഒരു വാക്ക് ഞാൻ കൊടുക്കുകയാണ്. എന്റെ ഒരു സത്യം ഞാൻ ചെയ്യുകയാണ്, അത് നിർവഹിക്കുക തന്നെ ചെയ്യും. ഫലില്ലാഹി അഹ്ദുൻ ലാ അഖീസു ബിഅഹ്ദിഹി ലഇൻ ഫുജ്ജത് അല്ലാ അസൂറൽ ഹവാനിയ. ഇനി ഒരിക്കലൂടെ ഒരു മദ്യഷാപ്പിന്റെ മുമ്പിൽ പോയി നിൽക്കാൻ പോലും അബൂ മെഹ്ജൻ ഉണ്ടാവില്ല. ഇല്ല, ഞാൻ നിർത്തി. ഇനി ഒരു കള്ള് ഷാപ്പിന്റെ ഒരു സ്ട്രീറ്റിൽ പോയിട്ട് പോലും ഞാൻ അതിന്റെ മണം പിടിക്കാൻ പോലും പോവില്ല. ആ വാക്ക് അബൂ മെഹ്ജൻ എന്നവർ പാലിച്ചു. ഹൃദയം ചെയ്തപ്പോഴെന്നറിയോ, സ്വർഗവും നരകവും തീരുമാനിക്കപ്പെടുന്ന, ജീവിതവും മരണവും പരസ്പരം പോരാടുന്ന ഒരു യുദ്ധമുഖത്തെത്തിയപ്പോ അദ്ദേഹത്തിന് വന്ന് തിരിച്ചറിവാണ്. പിന്നെ ഒരുപാട് കാലം അബൂ മെഹ്ജൻ ജീവിച്ചിട്ടുണ്ട്. സഅദ് എന്നവര് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ചോദിച്ചല്ലോ, എന്താ എന്റെ കുതിര ഇങ്ങനെ വിയർക്കുന്നത്? ആരാണ് എന്റെ കുതിരയെ കൊണ്ടുപോയത്? പറഞ്ഞു, അബൂ മെഹ്ജൻ ആയിരുന്നു. സൽമ ബീവി പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ സത്യം ചെയ്തു. അബൂ മെഹ്ജൻ ഇവിടെ വാ. അദ്ദേഹം ദുഃഖിതനായി മുമ്പിൽ പറഞ്ഞു, ലൻ തുദ്റബ ഫിൽ ഖംരി അബദാ. അബൂ മെഹ്ജൻ, നിനക്കൊരു വാക്ക് തരാൻ കഴിയുമോ? ഞാനിനി ഒരിക്കലും കള്ളു കുടിച്ചതിന്റെ പേരിൽ ഒരു ശിക്ഷിക്കപ്പെടുകയോ അല്ലെങ്കിൽ മദ്യപാനത്തിലേക്ക് ഞാൻ പോവുകയോ ഇല്ല എന്ന് അബൂ മെഹ്ജൻ എനിക്ക് വാക്ക് തരുമോ? സഅദ് എന്നവരുടെ കൈ പിടിച്ചു. ആരാണത്? ഖാലു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദുആഇന് ഉത്തരമുള്ള മഹാനാണ് സഅദ് റളിയല്ലാഹു അൻഹു. ആ മഹാന്റെ കയ്യിൽ കൈപിടിച്ചുകൊണ്ട് പറഞ്ഞതാണ്, ഇനി ഞാൻ ചെയ്യുകയില്ല. നമ്മുടെ ഖതീബ് ഉസ്താദിന്റെ കൈ പിടിച്ചിട്ട്, നമ്മുടെ ഖാദിയുടെ കൈ പിടിച്ചിട്ട്, നമ്മുടെ ഒരു മുഅല്ലിമിന്റെ കൈ പിടിച്ചിട്ട്, നമ്മുടെ ചെറുപ്പക്കാരനെ പടച്ചവനെ സാക്ഷിയാക്കി ഞാനിതിലേക്ക് പോകില്ല എന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. നമ്മുടെ മെഹ്റാബിൽ നിന്ന് തീരാത്ത വിഷയങ്ങളുണ്ടോ? നമ്മുടെ മെഹ്റാബിൽ നിന്ന് പരിഹരിക്കപ്പെടാതിരിക്കാൻ മാത്രം ഗൗരവമുള്ള വിഷയങ്ങളുണ്ടോ ഈ ഉമ്മത്തിൽ? ആലോചിച്ചു നോക്കൂ. സ്വഹാബിമാർ ഒരായത്തിലൂടെയാണ് പിൻവലിയുന്നത്. അതിന് കാരണം പറയും, ഖുർആൻ പറഞ്ഞ ഒരൊറ്റ വിഷയമേ ഉള്ളൂ, റിജ്സുൻ മിൻ അമലി ശൈത്വാൻ. ഇത് പൈശാചികമാണ്. എന്താണ് പൈശാചികം? മനുഷ്യന്റെ ബുദ്ധി, മനുഷ്യന്റെ ശരീരം, മനുഷ്യന്റെ തറവാട്, മനുഷ്യന്റെ ദീൻ, മനുഷ്യന്റെ അഭിമാനം, ഈ 5 മഖാസിദ് ശരീഅത്തുൽ ഖംസ, മഖാസിദ് ശരീഅ എന്ന് പറയുന്ന ഇസ്ലാം എന്തിന് നിലകൊള്ളുന്നു എന്ന 5 പ്രധാനപ്പെട്ട സംരക്ഷണം ഖുർആൻ ഏറ്റെടുത്തത്, ഇസ്ലാം ഏറ്റെടുത്തത്. അതിനെ തകർക്കുകയാണ് പിശാചിന്റെ ലക്ഷ്യം. ആണ് തീർച്ചയായും. അതിൽ ആദ്യത്തെ ലക്ഷ്യം മനുഷ്യന്റെ ബുദ്ധിയെ തകർക്കുകയാണ്. അതുകൊണ്ട് സ്വഹാബികൾ തീരുമാനിച്ചു, ഞങ്ങളില്ല. ബുദ്ധി മനുഷ്യന് നൽകപ്പെട്ട മഹാത്ഭുതമാണ്. ആ ബുദ്ധിയെ ഇത്ര നിസ്സാരമായി കാണരുത്. അത് നഷ്ടപ്പെട്ടിടത്താണ് ഇൻസെസ്റ്റുകൾ നടക്കുന്നത്. കുടുംബ ബന്ധത്തിലുള്ള ആളുകൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന വ്യഭിചാരത്തിലെ ഏറ്റവും ഗൗരവമേറിയത്, ഇംഗ്ലീഷുകാരനെ ഇൻസെസ്റ്റ് എന്ന് വിളിക്കുന്നു, മദ്യപിക്കുന്നിടത്താണ് നടക്കുന്നത്. അല്ലേ? പാപ്പന്മാരെ കൊണ്ട് ഗർഭിണികളാകുന്ന പെൺകുട്ടികൾ, അനുജത്തിയെ കയറിപ്പിടിക്കുന്ന ജ്യേഷ്ഠൻ, പെങ്ങളെ ഉമ്മയെ തിരിച്ചറിയാത്ത മക്കൾ. മനുഷ്യന്റെ ബുദ്ധി നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യും? عن علي بن ابي طالب رضي الله عنه ان رسول الله صلى الله عليه وسلم قال رفع القلم عن 3. മൂന്നാളുകളുടെ വിഷയത്തിൽ ചോദ്യമില്ല എന്ന് പറഞ്ഞത്, ഉറങ്ങുന്ന മനുഷ്യൻ ഉണരുന്നതിനിടയിൽ എന്ത് ചെയ്താലും അയാൾ ബോധാവസ്ഥയിലോ അൺകോൺഷ്യസ് മൈൻഡിലോ ആണ് ഉറങ്ങുകയാണ്. ഉറക്കത്തിൽ ഒരാളെ കാലുകൊണ്ട് തട്ടി അയാൾ വീണു, കൈ ഒടിഞ്ഞു, അതിൽ നിന്ന് ശ്വാസം എടുക്കൂല. എന്റെ നായിമാണ്, ഉറങ്ങുന്ന ആളാണ്. പ്രായപൂർത്തിയാകുന്ന ശാരീരിക മെച്യൂരിറ്റി എത്തുന്ന, പ്യൂബർട്ടി എത്തുന്നത് വരെയുള്ള ഒരു കുട്ടിയുടെ അവസ്ഥയിൽ ഒരു കുട്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കും ശിക്ഷയില്ലെന്ന് വിശുദ്ധ നിബിധങ്ങൾ എന്ന് പറഞ്ഞു. അനിൽ മജ്നൂനി ഹത്താ യഅഖിൽ.
സൃഷ്ടിപ്പിൽ തന്നെ ഭ്രാന്തനായി മാറുന്ന ഒരാൾ കള്ളു കുടിച്ചു വരുത്തിയതല്ല, ലഹരി അടിച്ചിട്ട് വന്നതല്ല, അയാളുടേതല്ലാത്ത കാരണങ്ങളാൽ പടച്ചതമ്പുരാന്റെ ഖദർ ഖളാഇന്റെ ഭാഗമായി മജ്നൂനായി മാറിയ ഒരാൾ ചിന്തിച്ച് മനസ്സിലാക്കാനുള്ള ഒരു പക്വത അയാൾക്ക് വരുന്നത് വരെയും ആ മനുഷ്യന്റെ കർമ്മങ്ങൾക്ക് ശിക്ഷയില്ലെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. മനുഷ്യന്റെ അഖൽ, മനുഷ്യന്റെ ബുദ്ധി എത്ര പ്രാധാന്യമുള്ളതാണ്. അതിനോടാണ് ഈ കളിക്കുന്നത്. നമ്മുടെ സ്കൂളുകൾ, മക്കളൊക്കെ ഏറ്റവും നല്ല സംസ്കാരം പഠിക്കേണ്ടിടത്ത് മക്കള് പെട്ടുപോവാണ്. എന്താ പറയുന്നറിയോ? കുട്ടികളോട് പറയുന്ന ഖൗലെന്താ? എന്താ അവര് പറയുന്നത്? മെമ്മറി ഉണ്ടാവും, എക്സാം ഫിയർ ഉണ്ടാവില്ല, പഠിച്ചതൊക്കെ ഭയങ്കര ഓർമ്മയായിരിക്കും, കുറച്ച് നേരത്തേക്ക് ഒരുപക്ഷെ ഉണ്ടാവൂലേ എന്നറിയില്ലേ. പക്ഷേ ആ ഒരു കെണിയിൽ പെട്ടുപോയി നമ്മുടെ സ്കൂളുകൾ ഏജന്റുമാരായി നമ്മുടെ മക്കൾ മാറുന്നത് കാണുന്നു. ഒരുപക്ഷെ കച്ചവടക്കാർക്ക് പൈസ ചിന്തിക്കാൻ ഉണ്ടാവുള്ളൂ. ഒരു തലമുറ നശിച്ചൊടുങ്ങുകയാണ്. ക്രിയേറ്റിവിറ്റി ഇല്ലാതെ, പ്രൊഡക്ഷൻ ഇല്ലാതെ രാജ്യം തകരും, സംസ്കാരങ്ങൾ ഇടിഞ്ഞു വീഴും, മനുഷ്യ കോലങ്ങളിലുള്ള മൃഗങ്ങളായി മാറും. ഇതൊക്കെ സംഭവിക്കുന്നത് മനുഷ്യന്റെ ബുദ്ധി നഷ്ടപ്പെടുന്നിടത്താണ്. മനുഷ്യന് നൽകപ്പെട്ട പടച്ചതമ്പുരാന്റെ, അല്ലാഹുവിന്റെ പടച്ചതമ്പുരാന്റെ ദാനങ്ങളിൽ ഏറ്റവും വലിയ ദാനം മനുഷ്യന്റെ ബുദ്ധിയാണ്. കേവലം ഒരു മദ്യം എന്ന ഒരു ആശയത്തിൽ നിന്ന് മാറി ഇൻടോക്സിക്കൻസ്, ഡ്രഗുകള്, മനുഷ്യന്റെ ക്രിയേറ്റിവിറ്റിയെ ഇല്ലാതാക്കുന്ന സബ്സ്റ്റൻസുകൾ, ഇതിനെക്കുറിച്ചൊക്കെയുള്ള നിയമാവലി വിശുദ്ധ ഇസ്ലാം അന്ന് കാലത്ത് തന്നെ നടപ്പാക്കി കഴിഞ്ഞു എന്നറിയുമ്പോഴാണ് ഈ ദീൻ കാലോചിതമാണ് എന്ന് നമുക്ക് ഒന്നുകൂടെ ബോധ്യപ്പെടുന്നത്. ദൈലമുൽ ഹിംയരി റളിയല്ലാഹു അൻഹു പുണ്യനബി തങ്ങളോട് വന്ന് ചോദിക്കുകയാണ്, ഖുൽതു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നാ ബി അർദിൻ നുആലിജു ഫീഹാ അമലൻ ശദീദ, ഞങ്ങൾ ഒരുപാട് അധ്വാനമുള്ള ജോലി ചെയ്യുന്ന ഒരു നാട്ടിലാണ് നബിയെ ഞങ്ങൾ ജീവിക്കുന്നത്. ഇത് പറയുമ്പോ പ്രവാസ ലോകത്തെ ഓർമ്മ വരികയാണ്. ജനങ്ങൾ പല കാരണങ്ങളും പറയും. മദ്യപിക്കാൻ, തണുപ്പിനെ പ്രതിരോധിക്കാൻ കള്ളുടിക്കണം, തണുപ്പ് രാജ്യങ്ങളിൽ അങ്ങനെയാണ് ലഹരി കൂടിയത് എന്നൊക്കെ പലതും പറയും. ചികിത്സയുടെ ഭാഗമാണെന്ന് പറയും, മൂത്രച്ചൂടിന്റെ പരിഹാരമാണെന്ന് പറയും. നിബിധങ്ങൾ അതിനെയൊക്കെ ഉടച്ചു വാർത്തുകൊണ്ട് ഒരു മറുപടി പറയുകയാണ് ദൈലമുൽ ഹിംയരിയോട് റളിയല്ലാഹു അൻഹുവിനോട്. യാ റസൂലല്ലാഹി ഇന്നാ ബി അർദിൻ നുആലിജു ഫീഹാ അമലൻ ശദീദ, ഞങ്ങൾ ഒരുപാട് കഠിനമായ ജോലി ചെയ്യുന്ന ഒരു നാട്ടിലാണ് നബി. وإنا نتخذ شرابا من هذا القمح نتقوى به على أعمالنا وعلى برد بلادنا. നബിയേ, ഞങ്ങളുടെ നാടിന്റെ കാലാവസ്ഥയോട് പൊരുത്തപ്പെടാൻ ഞങ്ങൾ ഒരു പാനീയം ഉണ്ടാക്കി കുടിക്കുന്നുണ്ട്. തണുപ്പിനെ അതിജീവിക്കുവാനാണ്. ഷാമിന്റെ അങ്ങേയറ്റത്ത് തുർക്കിയോട് ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങളിൽ അന്ന് തണുപ്പ് രാജ്യമാണ്, ഇപ്പോഴും അങ്ങനെയാണ്. അപ്പോ തണുപ്പിനെ പ്രതിരോധിക്കാൻ വേണ്ടിയും ഭയങ്കര കഠിനമായ ആരോഗ്യം ആവശ്യമായ കഠിന ജോലിയാണല്ലോ. അതുകൊണ്ട് ജോലിക്ക് ഒരു ഉഷാറ് കിട്ടാനും വേണ്ടി ഞങ്ങളൊരു പാനീയം കുടിക്കുന്നുണ്ട് നബിയെ, അതിന് പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോ ദൈലം റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി, ഒരു ചോദ്യമാണ് ചോദിച്ചത്, ഇസ് ഇറ്റ് ഇൻടോക്സിക്കൻസ്, അത് മനുഷ്യന്റെ ബുദ്ധിയെ തകരാറിലാക്കുന്ന വല്ലതുമാണോ എന്ന് ചോദിച്ചു. ഉണ്ട് നബിയെ, അത് കുടിച്ചു കഴിഞ്ഞാൽ ഒരൽപ്പം മത്ത് വരുന്നുണ്ട്. ജോലിയുടെ കാഠിന്യം കുറച്ചു കിട്ടാൻ വേണ്ടിയും നാടിന്റെ തണുപ്പിനെ അതിജീവിക്കാൻ വേണ്ടിയുമാണെന്ന കാരണങ്ങളൊക്കെ മാറ്റിവെക്കണം. നിങ്ങളുടെ ബുദ്ധിയെ തകരാറിലാക്കുന്നുണ്ടോ? നിങ്ങളത് ഉപേക്ഷിച്ചേ പറ്റൂ. ഇമാം അബൂ ദാവൂദ് എന്നവർ ഉദ്ധരിച്ച ഹദീസാണിത്.
മനുഷ്യൻ പറയുന്ന കാരണങ്ങൾ ബാലിശമാണ് എന്നാണ് ഇന്നല്ലാഹ ലം യജ്അൽ ദവാഅൻ ഫീമാ ഹറം. അല്ലാഹു നിഷിദ്ധമാക്കിയ ഒന്നിലും പടച്ചതമ്പുരാൻ മനുഷ്യന്റെ രോഗത്തിന് പോലും ശിഫ വെച്ചില്ലെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രോഗത്തിന് ശമനമാണെന്ന് പറയും, പക്ഷേ അല്ലാഹു ഹറാമാക്കിയത് അതിലൂടെ അല്ലാഹു ശിഫ നൽകുന്നില്ല എന്നാണ് ആ ഹദീസിന്റെ സാരം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 21-ാം നൂറ്റാണ്ടിലേക്ക് നോക്കിക്കൊണ്ട് എന്തൊക്കെ പേരുകളിൽ, എന്തൊക്കെ ചുരുക്കപ്പേരുകളിൽ, MDMA മുതൽ സയനൈഡ് മുതൽ ഹീറോയിൻ മുതൽ മരുവാന മുതൽ എന്തൊക്കെ പേരുകളാണ്. നബി തങ്ങൾ പറഞ്ഞ ഹദീസ് നോക്കണേ. റസൂലുള്ളാഹി തങ്ങൾ പറയാൻ, മഹാനായ അബൂ മാലിക് അശ്അരി റളിയല്ലാഹു അൻഹു ഹബീബിൽ നിന്ന് നേരിട്ട് കേട്ടത്, നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ലയശ്റബന്ന നാസും മിൻ ഉമ്മത്തി അൽ ഖംർ. എന്റെ സമുദായത്തിൽപ്പെട്ട ആളുകൾ, എന്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ, നാസും മിൻ ഉമ്മത്തി. ഇവിടെ ഉമ്മത്തി എന്ന് പറയുന്നിടത്തെ ഒരു വിഷയം സൂചിപ്പിക്കാനുണ്ട്. വിഷയത്തിന്റെ ഭാഗമല്ല, എന്നാലും ഒരു കാര്യം പറയാം. ഉമ്മത്തി എന്ന് പറയുമ്പോൾ ഉമ്മത്തുൽ ഇജാബ എന്നും ഉമ്മത്തുൽ ദഅവ എന്നും രണ്ട് തരത്തിൽ അതുകൊണ്ട് ആശയം വരാം. ഉമ്മത്തുൽ ദഅവ എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാ മനുഷ്യരും നിബിതങ്ങളുടെ ഉമ്മത്തികളാണ്. എങ്ങനെ? ഉമ്മത്തുൽ ദഅവ, നിബിതങ്ങളുടെ പ്രബോധനം അവർക്ക് ബാധകമാണ് എന്നർത്ഥം. നേരെമറിച്ച് ഉമ്മത്തി എന്ന് പറയുന്നിടത്ത് അടുത്ത അർത്ഥം ഉമ്മത്തുൽ ഇജാബ, നിബിതങ്ങൾക്ക് ജവാബ് കൊടുത്ത ആളുകൾ, മുസ്ലിമീങ്ങളായ ആളുകൾ, അവർക്ക് ഉമ്മത്തി എന്ന നിബിതങ്ങൾ പറയുമ്പോൾ ഉമ്മത്തി എന്ന അർത്ഥം അതാണ്. അപ്പൊ നമ്മൾ 73 വിഭാഗമായി ഈ സമൂഹം പിളരും എന്ന് പറഞ്ഞിടത്തെ അതിന് വളരെ മനോഹരമായ ഒരു ആശയം മഹാനായ മുഹമ്മദ് സഈദ് റമദാൻ അൽ ബൂത്തി ഷഹീദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഒരു മഅന ഞാൻ കേട്ടത് പങ്കുവെക്കാൻ സന്മാരും താലിമീങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസിൽ ജൂതന്മാർ 72 വിഭാഗമായി, ക്രിസ്ത്യാനികൾ ജൂതന്മാർ 71, ക്രിസ്ത്യാനികൾ 72 വിഭാഗമായി പിരിഞ്ഞു. എന്നാൽ ഉമ്മത്തി എന്തല്ല പറഞ്ഞത്? യഫ്തരിഖുൽ മുസ്ലിമൂൻ എന്നല്ല പറഞ്ഞത്. മഹാനായ മുഹമ്മദ് സഈദ് റമദാൻ ബൂത്തി റഹിമഹുള്ളയുടെ അദ്ദേഹത്തിന്റെ ഒരു ആശയം ഞാൻ പറയാണ്. എന്റെ ഉമ്മത്തികൾ 73 വിഭാഗമാകും. കുല്ലുഹും ഫിന്നാർ, അവരെല്ലാവരും നരകത്തിലാണ്. ഇല്ലാ ഫിർഖതൻ വാഹിദ, ഒരു വിഭാഗം ഒഴികെ. അതാരാ? മാ അന അലൈഹി വഅസ്ഹാബി. നമ്മളൊക്കെ മനസ്സിലാക്കി പോരാറുള്ളത് മുസ്ലിമീങ്ങളിൽ 73 വിഭാഗമാകുമെന്നാണ്. സഈദ് റമദാൻ ബൂത്തി റഹിമഹുള്ളയുടെ ആശയം മുത്തുനബിതങ്ങളുടെ ഉമ്മത്തു ദഅവ. അങ്ങനെയാണ് മുസ്ലിമീങ്ങളാണെങ്കിൽ സയഫ്തരിഖുൽ മുസ്ലിമൂന എന്ന് ഞങ്ങൾ പറയും. അങ്ങനെയല്ലല്ലോ പറയുന്നു. ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും അങ്ങനെ പറഞ്ഞത്. പിന്നെ പറഞ്ഞെടുത്ത് ഉമ്മത്തി, എന്റെ ഉമ്മത്തികളല്ല എന്ന് പറയാനൊരു കാരണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയുന്നവർ ഉമ്മത്തു ദഅവ, ഉമ്മത്തുൽ ഇജാബയ, നിബിതങ്ങൾക്ക് ജവാബ് കൊടുത്ത ആളുകളാണ്. ഈമാനിന്റെ മുഴുവൻ ആളുകളും സ്വർഗത്തിലാണെന്ന്. അപ്പൊ പിന്നെ 72 നരകത്തിലാണ് എന്ന് പറഞ്ഞാൽ ഈമാൻ ഇല്ലാത്തവരെ കുറിച്ചാണ് പറയുന്നത് എന്ന് വ്യക്തവുമാണ്. സഹാബികളും ഞാനും എന്റെ സഹാബിമാരുമുള്ള വിഭാഗമേ രക്ഷപ്പെടുള്ളൂ എന്ന് പറയുന്നത് ഉമ്മത്തുൽ ദഅവയെ, ഉമ്മത്തുൽ ഇജാബയെ കുറിച്ചാണ്. ആ 73 വിഭാഗമായി പിളരുമ്പോൾ 72 വിഭാഗമായി മാറുന്നത് ഈമാൻ ഇല്ലാത്ത വിഭാഗങ്ങളിലെ പേരുകളെ കുറിച്ചാണ് പറയുന്നത് എന്നാവാം എന്ന വലിയൊരു സാധ്യതയുണ്ട്. നമുക്ക് സാധ്യതകളൊക്കെ അല്ല, ഉമ്മത്തുൽ ഇജാബയെ സംബന്ധിച്ച് തന്നെ ആയിക്കൂടെ എന്നതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. പക്ഷേ ഈമാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ഈമാനിന്റെ കുടക്കീഴിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ നരകത്തിലാണ് എന്ന് പറയുമ്പോൾ പോലും അത് വ്യാഖ്യാനിക്കപ്പെടേണ്ട ഒരു ഹദീസാണ്. ഇവിടെ പറയുന്നത് മുസ്ലിമീങ്ങൾ എന്ന പേരുള്ള ആളുകൾ, ആ എന്റെ ഉമ്മത്തികൾ, ഉമ്മത്തുൽ ഇജാബ, അവരിൽപ്പെട്ട ചില ആളുകൾ മദ്യപിക്കും, അവർ ലഹരി ഉപയോഗിക്കും. അതിന്റെ പേര് കള്ള്, മദ്യം, ലിക്കർ എന്നൊന്നും അവർ പറയൂല. അവര് പറയുന്നത് വേറെ പല പേരിലുമായിരിക്കും, പക്ഷെ സംഗതി മദ്യമായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുല്ലു മുസ്കിരിൻ ഖംറുൻ വകുല്ലു മുസ്കിരിൻ ഹറാം. മനുഷ്യന്റെ ശരീരത്തിലേക്ക് കടന്നു പോകുന്ന പാനീയം അത്
വെള്ളം, ഭക്ഷണം, മനുഷ്യൻ ഇൻജക്ട് ചെയ്യുന്നത് എന്തൊക്കെയാവട്ടെ, കുല്ലു ലഹ്മിൻ നബത മിൻ സഹ്തിൻ ഫന്നാറു ഔലാ ബിഹി. ഏതൊരു ശരീരം ഹറാമിൽ നിന്ന് പോഷണം ശ്രദ്ധിക്കുന്നുണ്ടോ ആ ശരീരം നരകത്തിലേക്കാണ് ബന്ധപ്പെട്ടത് എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത് വലിയൊരു താക്കീതാണ്. അല്ലാഹു നമ്മുടെ മക്കൾക്ക് മോചനം നൽകട്ടെ. കോളേജുകളിലും സ്കൂളുകളിലും തുടങ്ങി ജീവിതത്തിന്റെ ഏറ്റവും പ്രക്ഷോഭിതമായ യൗവനത്തിൽ പോലും ഒരു മനുഷ്യനായി ജീവിക്കാൻ കഴിയാതെ അന്ധകാരത്തിനുള്ളിൽ മാനസികമായ പിരിമുറുക്കം, ശാരീരികമായ അസ്വസ്ഥത, മാനസികമായ എല്ലാ തരത്തിലുമുള്ള മനുഷ്യനെ പിടിച്ചു കുലക്കുന്ന മാനസിക വിഭ്രാന്തിയിലൂടെ കടന്നു പോകുന്ന ആളുകൾ എന്തുകൊണ്ട് നിങ്ങൾക്കിടയിൽ ശത്രുത ഉണ്ടാക്കാൻ പിശാച് നിങ്ങളെ കൊണ്ട് ലഹരി ഉപയോഗിക്കുന്നത് ശത്രുത. മനുഷ്യൻ ക്രൂവലായി മാറാം. ഈ ക്രൂരതയിൽ നിന്ന് മനുഷ്യന് മോചനം വേണം. അതിന് മോചനം കിട്ടുന്നത് വളരെ മനോഹരമായ കൗൺസിലിംഗിലൂടെ. കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഒരു ഇസ്ലാമിക് കൗൺസിലിംഗ് ആണെങ്കിൽ തീർച്ചയായും അതിന് വേറൊരു തലമുണ്ട്. ജനറൽ കൗൺസിലിംഗ് പോലും വളരെ ഉപകാരപ്രദമാണ്. അൽസലാമ കൗൺസിലിംഗ് സെന്റർ ഉണ്ട് നമുക്കിവിടെ. 3 മാസമായി ദേർലഘട്ടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അൽസലാമ കൗൺസിലിംഗ് സെന്റർ. ഞാൻ അതിന്റെ പ്രവർത്തകരെ അഭിനന്ദിക്കുകയാണ്. അതിനെ ഡോക്ടർ ഷാഹിദ് അടക്കമുള്ള ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് കൗൺസിലിംഗ് സ്വീകരിച്ച് മാനസിക പിരിമുറുക്കം, മനസ്സിനുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ലഹരിയിലൂടെ ശരീരത്തിലും സ്വഭാവത്തിലും പ്രകൃതത്തിലും മാറ്റാൻ സാധിക്കാതെ പ്രയാസപ്പെടുന്ന യുവജനങ്ങൾക്ക് വലിയൊരു ആശ്വാസം നൽകുന്നത് ഇത്തരം സെന്ററുകളിലൂടെയാണ്. ഡി അഡിക്ഷൻ സെന്റർ എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റ് ആണ്. ഒരുപക്ഷെ ചില കേസുകൾ ഡി അഡിക്ഷൻ സെന്ററുകളിലേക്ക് മാറ്റേണ്ടി വരും. അത്രയധികം ഈമാനുള്ള ആളുകളെ ട്രീറ്റ് ചെയ്യാൻ ഓൾ ഓഫ് എ സഡൻ നിർത്തിവെക്കാൻ കഴിയുന്ന മനോധൈര്യമുള്ള ആളുകളെ സംബന്ധിച്ച് നാം പറഞ്ഞു. പലർക്കും അതിന് സാധിക്കില്ലായിരിക്കില്ല. അവർക്ക് കൗൺസിലിംഗ് കൊടുക്കേണ്ടി വരും. ഉമർ റളിയല്ലാഹു അൻഹു കൊടുത്തൊരു കൗൺസിലിംഗ് ഉണ്ട്. ഞാൻ അവസാനം പറയാം. ഉമർ റളിയല്ലാഹു അൻഹു ലഹരി ബാധിച്ച ഒരു മനുഷ്യന് കൊടുത്തൊരു കൗൺസിലിംഗ്, അതിൽ നിന്നൊരു മനുഷ്യൻ മോചിതരായതും അതിനനുബന്ധ സംഭവങ്ങളുമുണ്ട്. ഇൻഷാ അല്ലാഹ് വളരെ വൈകാതെ തന്നെ ഞാനൊരു അരമണിക്കൂറിനകം എന്റെ ഭാഷണം അവസാനിപ്പിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. കുല്ലു മുസ്കിരിൻ ഖംറുൻ. അതുകൊണ്ട് any intoxicating is termed as khamr. ഖംർ എന്ന് പറയുന്നത് മദ്യത്തിന് മാത്രമല്ല, എല്ലാ ഇൻടോക്സിക്കന്റിനും അത് തന്നെയാണ് അതിന്റെ പേര്. കുല്ലു മുസ്കിരിൻ ഹറാം. കുല്ലു മുസ്കിരിൻ ഹറാം. മാ അസ്കറ അൽ ഫർഖു മിൻഹു ഫമിൽഉൽ കഫി മിൻഹു ഹറാം. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പുണ്യനബിയിൽ നിന്ന് കേട്ടതാണ്. ഒരുപാട് കുടിച്ചാൽ ലഹരി വരുന്നത്, ഒരു കൈക്കുമ്പിളിൽ കുടിക്കുന്നത് പോലും ഹറാം എന്ന് പറയുന്നത്. ഒരൽപ്പം സേവിച്ചാൽ പോലും കുറ്റമുണ്ടോ? കുറ്റമുണ്ട്. കൂടുതൽ സേവിച്ചാൽ മത്ത് വരുമോ, ലഹരി വരുമോ? അത് കുറച്ച് സേവിക്കലും ഇസ്ലാമിന്റെ ദൃഷ്ട്യാ ഹറാമാണ്. അതുകൊണ്ട് ജീവിതത്തിന് ലക്ഷ്യമുണ്ട്. പടച്ചതമ്പുരാന്റെ സംരക്ഷണം ലഭിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ നിയമത്തിനനുസരിച്ച് ജീവിക്കേണ്ടതുണ്ട് ഞാൻ. അതുകൊണ്ട് ചീത്ത കൂട്ടുകെട്ടുകളെ ഞാൻ ശ്രദ്ധിക്കണം, രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം, ഗുരുനാഥന്മാർ ശ്രദ്ധിക്കണം, സമുദായം ശ്രദ്ധിക്കണം. നമ്മുടെ നാടുകളിൽ ലഹരി വിൽപ്പന ചെയ്യുന്നതിനെ തടയണം. കാരണം അത് ഒരു പോലീസിന്റെയോ അല്ലെങ്കിൽ നിയമപാലകരുടെയോ മാത്രം പണിയല്ലത്. പൊതുജനങ്ങൾ ബോധവാന്മാരായിരിക്കണം. പൊതുജനങ്ങൾക്ക് ഇടപെടാൻ അറിയാൻ കഴിയുന്നത്ര ഒരു പക്ഷേ നിയമപാലകർക്ക് ആ വിഷയം എത്തിക്കൊള്ളണമെന്നില്ല. അറിയിച്ചു കൊടുക്കണം. നമ്മളാൽ കഴിയുന്ന പ്രതിരോധം നിയമത്തിനനുസൃതമായി ചെയ്യാൻ കഴിയുന്നത് നമ്മളത് ചെയ്തേ പറ്റൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയ ബുദ്ധിയെ നഷ്ടപ്പെടുത്താൻ അനുവദിക്കരുത്. അത് നഷ്ടപ്പെടുത്തുന്നതോടുകൂടെ മനുഷ്യനിൽ നിന്ന് മനുഷ്യത്വം ചോർന്നു പോവുകയാണ്. കുല്ലു മുസ്കിരിൻ ഹറാം. വമൻ ശരിബൽ ഖംറ ഫിദ് ദുനിയ ഫമാത വഹുവ യുദ്മിനുഹാ ലം യശ്റബ്ഹാ ഫിൽ ആഖിറ. തൗബ ചെയ്യാതെ ഒരു ലഹരി ഉപയോഗിക്കുന്ന ആൾ മരിച്ചുപോയാൽ ആ മനുഷ്യൻ തൗബ ചെയ്യാതെയാണ് മരിച്ചതെങ്കിൽ സ്വർഗ്ഗത്തിൽ അവർക്ക് അത് ലഭിക്കില്ല എന്ന് പറയുമ്പോഴും സ്വർഗ്ഗപ്രവേശനം സാധ്യമാവില്ല എന്നാണ് ഹദീസിന്റെ അർത്ഥം. റവാഹു മുസ്ലിം. മുസ്ലിം തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസാണത്. ലഹരി കടിമകളാ ഓവർഡോസ് കൊണ്ട് മരിച്ചു പോകുന്ന എത്ര മരണങ്ങൾ. ലോകത്ത് നടക്കുന്ന കൊലപാതകങ്ങളിൽ 27% മുതൽ 70% വരെ കൊലപാതകങ്ങൾ, അത് വാഹനം ഓടിച്ചുണ്ടാകുന്ന കൊലപാതകങ്ങൾ അടക്കം ലഹരിയുടെ ഭാഗമാണ് എന്നാണ് കണ്ടെത്തൽ. കുടുംബ പ്രശ്നങ്ങൾ വലിയൊരു അളവോളം ലഹരിയാണ്.
ഇതിന്റെ മാരകമായ വശങ്ങളും അനുഭവ കഥകളും ഒന്നും ഞാൻ ഇവിടെ പറയല്ല. എത്രയോ കഥകൾ നമ്മൾ കേൾക്കുന്നതാണ്, അറിയുന്നതാണ്. പക്ഷേ കഥകൾ കേൾക്കലല്ലോ പ്രാധാന്യം. നമുക്കെന്ത് ചെയ്യാൻ കഴിയും? ഈ ബോധം ആദ്യം നമുക്കുണ്ടാകണം. നമ്മളത് ജനങ്ങളിലേക്ക്, നമ്മുടെ സമൂഹത്തിലേക്ക്, പൊതുജനങ്ങളിലേക്ക്, വിദ്യാർത്ഥിനികളിലേക്ക് നമുക്കത് എത്തിക്കാൻ കഴിയണം. ഈമാൻ ഉയർത്തപ്പെടുമെന്നാണ്. വിശ്വാസം നഷ്ടപ്പെടും. ഒരാൾക്ക് ഈമാൻ നഷ്ടപ്പെട്ടാൽ പിന്നെ എന്താ ഉണ്ടാകുന്നത്? ആഖിറ നഷ്ടപ്പെട്ടില്ലേ? ദുനിയാവ് നഷ്ടപ്പെട്ടു, ആഖിറവും നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി ഞങ്ങൾ പറഞ്ഞു, ലാ യസിനി സാനി ഹീന യസിനി വഹുവ മുഅ്മിൻ. ഒരു വ്യഭിചാരി വ്യഭിചരിക്കുന്ന സമയം ഈമാൻ അയാളിൽ നിന്ന് ഉയർത്തപ്പെടുന്നുണ്ട്, അവളിൽ നിന്ന് ഉയർത്തപ്പെടുന്നുണ്ട്. വലാ യസ്രിഖു സാരിഖു ഹീന യസ്രിഖു വഹുവ മുഅ്മിൻ. മോഷണം ചെയ്യുന്ന ആൾ മോഷണ ദ്രവ്യം കൈകൊണ്ട് തൊടുന്നതോടുകൂടെ, മോഷണം നടത്തുന്നതോടുകൂടെ ഈമാൻ ഉയർത്തപ്പെടുന്നുണ്ട്. വലാ യശ്റബുൽ ഖംറ ഹീന യശ്റബുഹാ വഹുവ മുഅ്മിൻ. ഈമാനുള്ള അവസ്ഥയിൽ ഒരാൾക്ക് മദ്യപിക്കാൻ കഴിയില്ല, ലഹരി ഉപയോഗിക്കാൻ കഴിയില്ല. ലഹരി ഉപയോഗിക്കുന്ന സമയം അത്രയും ഈമാൻ മിഥലല്ല. ഒരു കുട പോലെ, മേഘപടലം പോലെ മേലോട്ട് മാറി നിൽക്കുകയാണ്. ഈമാനും ഇതും തമ്മിൽ ബന്ധപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഒരുമിച്ച് നിൽക്കാൻ കഴിയില്ല. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ മനോഹരമായ ഒരു ഹദീസ് ഉണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ അവിടെ പറയുന്നുണ്ട്, ലാ യദ്ഖുലുൽ ഈമാനു വൽ ഇദ്മാനു ഫീ റജുലിൻ വാഹിദിൻ ഇല്ലാ അഖ്റജ അഹദുഹുമൽ ആഖർ. ഈമാനും ഇദ്മാനും, ഇദ്മാൻ എന്ന് പറഞ്ഞാൽ അഡിക്ഷൻ എന്നാണ്. ഒരു മനുഷ്യൻ അഡിക്റ്റ് ആവുക, ലഹരിക്ക് അഡിക്റ്റായി പോകുന്ന ഒരു മനുഷ്യനും ഈമാനും ഒരു ശരീരത്തിൽ ഒരുമിക്കുകയില്ല. രണ്ടാൽ ഒരാൾ മറ്റൊരാളെ പുറത്താക്കിയിട്ടല്ലാതെ. ലഹരിയുള്ള ആളുടെ കൽബിൽ ഈമാനില്ല, ഈമാനുള്ളവന് അഡിക്ഷനും ഉണ്ടാവുകയില്ല. ലഹരിയല്ല, അഡിക്ഷൻ. അതിന് അടിമപ്പെട്ടു പോകുന്നത്, ലഹരിക്ക് അടിമയാകുന്നത് ഒരു മുഅ്മിൻ ഉണ്ടാവില്ല. ഈമാനുണ്ടോ അവിടെ അഡിക്ഷൻ ഇല്ല, അഡിക്ഷൻ ഉണ്ടോ അവിടെ ഈമാനും ഇല്ലെന്ന് മഹാനായ ഉസ്മാൻ തങ്ങൾ ഇത് പറയുമ്പോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ബർസീസിന്റെ കഥയാണ് അവിടെ ഓർമ്മിപ്പിച്ചത്. ഇത് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ചരിത്രം, തങ്ങൾ പറഞ്ഞു കൊടുത്തൊരു ചരിത്രം മഹാനായ ഉസ്മാൻ തങ്ങൾ പറയുകയാണ്. അന്ന് ജനങ്ങൾ, അന്നൊരു രാജാവ് ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ നിനക്ക് ചില ചോയ്സുകൾ നൽകുകയാണ്. ഒന്നുകിൽ നിന്നെ ഞങ്ങൾ വധിക്കും, അല്ലെങ്കിൽ നീ മദ്യപിക്കണം, അല്ലെങ്കിൽ നീ കൊലപാതകം ചെയ്യണം എന്ന് പറഞ്ഞപ്പോ ഞാൻ മദ്യപിച്ചോളാം എന്ന് അയാൾ പറയുകയും മദ്യപിച്ചതിന് ശേഷം കൊലപാതകവും വ്യഭിചാരവും അടക്കം അയാൾ ചെയ്തുവെന്നും അതുകൊണ്ട് ഉമ്മുൽ ഖബായിഹ്, എല്ലാ തിന്മകളുടെയും മാതാവാണ് ലഹരി, എല്ലാ തിന്മകളുടെയും മാതാവാണ് ലഹരി എന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞുകൊണ്ട് അവസാനത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്, ഈമാനും അഡിക്ഷനും ഒരിക്കലും ഒരു ഹൃദയത്തിൽ ഉണ്ടാവില്ല. ഒന്നുകിൽ ഈമാൻ അല്ലെങ്കിൽ അഡിക്ഷൻ. ലാ യജ്തമിഉൽ ഇദ്മാനു ഈമാനു വൽ ഇദ്മാനു ഫീ റജുലിൻ, ഒരു മനുഷ്യനിൽ ഇല്ല അഖ്റജ അഹദുഹുൽ ആഖർ, ഒരാൾ മറ്റൊരാളെ പുറത്താക്കിയിരിക്കും. അതുകൊണ്ട് അഡിക്ഷൻ എന്നത് ഗുരുതരമായ ഒരു വിപത്താണ്. ആ വിപത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് അതിന്റെ മുളയിൽ തന്നെ നുള്ളിക്കളയാൻ കഴിയുന്നിടത്താണ് നമ്മൾ വിജയിക്കുന്നത്. അല്ലാഹു നമ്മുടെ തലമുറകളെ, എല്ലാ മതവിശ്വാസികളെയും, എല്ലാ മക്കളെയും അല്ലാഹു രക്ഷപ്പെടുത്തി കൊടുക്കട്ടെ. എല്ലാവരും മനുഷ്യരാശിയായി കാണുകയാണ്. പക്ഷെ നമ്മളിവിടെ വിശുദ്ധ ഇസ്ലാമിന്റെയും പ്രവാചകർ തിരുമേനിയുടെയും അധ്യാപനങ്ങളെ മുൻനിർത്തി സംസാരിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഈ വിശ്വാസത്തിന് ചെലുത്താൻ കഴിയുന്ന പങ്കിനെ കുറിച്ച് ആഴത്തിൽ നമ്മൾ ഊന്നി പറയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഇത്തരം കൗൺസിലിംഗ് നടത്തുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു 40 ദിവസം നീണ്ടു നിൽക്കുന്ന കൗൺസിലിംഗ് ഒരു ഇസ്ലാമിക്കലി ചിന്തിക്കുകയാണെങ്കിൽ 40 ദിവസങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. 40 ദിവസത്തെ സംബന്ധിച്ച് ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. 40 ദിവസം ജമാഅത്ത് നഷ്ടപ്പെടാതെ ഒരു മനുഷ്യൻ നിസ്കരിച്ചാൽ ആ മനുഷ്യന്റെ ബറാഅത്തും മിനൻ നാർ വ ബറാഅത്തും മിനൻ നിഫാഖ്, കാപട്യം ഉണ്ടാവില്ലെന്നും നരകമുണ്ടാവില്ലെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് സമാനമായ ഒരു 40ന്റെ ഒരു ചിത്രം ഹബീബായ നബി തങ്ങൾ പറയുന്നത് മദ്യപാനത്തെ കുറിച്ച് പറഞ്ഞിടത്താണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ശരിബൽ ഖംറ വസകർ, ഒരു മനുഷ്യൻ മദ്യപിക്കുകയും ലഹരി ഉപയോഗിക്കുകയും മതോന്മത്തനായി മാറുകയും ചെയ്താൽ ലം തുഖബൽ ലഹു സ്വലാത്തു 40 സബാഹ, 40 ദിവസത്തെ നിസ്കാരം അല്ലാഹു അവന്റേത് സ്വീകരിക്കുകയില്ല. വ ഇൻ മാത ദഖല അൻ-നാർ, തൗബ ചെയ്യാതെ മരിക്കുകയാണെങ്കിൽ നരകശിക്ഷ
നരകശിക്ഷ വരെ കിട്ടുന്ന ശിക്ഷയാണത്. മദ്യപിച്ചു, ഒരു മദ്യപാനം കൊണ്ട് 40 ദിവസത്തെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല. യാ അല്ലാഹ്, എത്ര ഗൗരവമുള്ള വിഷയമാണ്. റസൂലുള്ളാഹി ഞങ്ങൾ പറയട്ടെ, അവൻ തൗബ ചെയ്ത് മടങ്ങിയാൽ അവന്റെ തൗബ അല്ലാഹു സ്വീകരിക്കും. നോക്കണം, പശ്ചാത്താപത്തിന്റെ വാതിൽ അല്ലാഹു തുറന്നു വെച്ചിരിക്കുകയാണ്. ഒരിക്കലും അവൻ മദ്യപാനിയാണ്, അവൻ ഇങ്ങനെയാണ്, അവൻ അങ്ങനെയാണെന്ന് പറഞ്ഞ് സ്റ്റാമ്പ് ചെയ്ത് ആളുകളെ അകറ്റി നിർത്തരുത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സമൂഹത്തിന് അങ്ങനെ പ്രശ്നമുണ്ട്. ഒരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്താൽ, തെറ്റെന്ന് തോന്നിപ്പിക്കുന്നത് ചെയ്താൽ ആ മനുഷ്യനെ സ്റ്റാമ്പ് ചെയ്യാം. പിന്നെ അയാൾ അങ്ങനെയാണ്, അവൻ അങ്ങനെയാണ് പറയരുത്. ലഹരി വരുന്നത് വരെ മനുഷ്യൻ ലഹരിക്കും, ലഹരിക്കടിമയായി അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയാൽ അവന്റെ തൗബ അല്ലാഹു സ്വീകരിക്കും. ഇനി അവൻ തിരിച്ച് മദ്യപാനത്തിലേക്ക്, ലഹരിയിലേക്ക് തിരിച്ചു വന്നാലോ, അങ്ങനെ അവൻ മദ്യപിക്കുകയും ലഹരിയിലാവുകയും ചെയ്താൽ 40 ദിവസത്തെ നിസ്കാരം അവന്റേത് വീണ്ടും സ്വീകരിക്കാതെ വരും. തൗബയില്ലാതെ മരിക്കുകയാണെങ്കിൽ നരകത്തിലേക്ക് പോകേണ്ടി വരും. എന്നിട്ട് തൗബ ചെയ്താൽ അവന്റെ തൗബ അല്ലാഹു പിന്നെയും സ്വീകരിക്കും. നോക്കണം, രണ്ടാമത്തെ തവണയായി പറയുന്നത് ഞങ്ങൾ സ്വന്തം. ഇനിയും അത് തന്നെയാ പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. വീണ്ടും ആദ്യത്തെ ഒരു തവണ അവൻ തൗബ ചെയ്തു, രണ്ടാമത്തെ തവണയും തൗബ ചെയ്തു മടങ്ങി, മൂന്നാമതും ലഹരിയിലേക്ക് പോവുകയും ലഹരി ഉപയോഗിക്കുകയും ചെയ്താൽ, ഈ ശരിബ എന്ന് പറഞ്ഞാൽ കുടിച്ചു എന്ന് മാത്രമല്ല കേട്ടോ. നമ്മളിപ്പോ സ്മോക്കിങ്ങിനെ കുറിച്ച് പറയുമ്പോഴേ സ്മോക്ക് ചെയ്തു എന്നതിന് പുക കുടിച്ചു എന്നാണ് പ്രയോഗം. അങ്ങനെയാണ് അതിന്റെ ഉപയോഗം, അതിന്റെ അർത്ഥം ഉപയോഗിക്കുക എന്നേ ഉള്ളൂ. ശരിബ എന്ന് പറഞ്ഞിടത്തും എല്ലായിടത്തും കുടിക്കുക എന്നർത്ഥമില്ലെന്നാണ്. കുടിച്ചോ, ഉപയോഗിച്ചു, ലഹരി ഉപയോഗിച്ചു. 40 ദിവസത്തെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല. തൗബ ചെയ്യാതെ മരിക്കുകയാണെങ്കിൽ അവൻ നരകത്തിലാണ്. അല്ലാഹുവേ കാത്തുരക്ഷിക്കണമേ. 3 തവണ പറഞ്ഞിട്ട് ഇനി നോക്കൂ. അവൻ വീണ്ടും തൗബ ചെയ്താൽ കാരുണ്യവാനായ പടച്ചവൻ അവന്റെ പശ്ചാത്താപം സ്വീകരിക്കുക തന്നെ ചെയ്യും. 3 റൗണ്ട് കഴിഞ്ഞിട്ടോ അങ്ങനെ അവൻ വീണ്ടും അതിലേക്ക് തിരിച്ചു പോവുകയും, ഇത് പറയുമ്പോൾ തിരിച്ചു നടക്കാൻ പറ്റാത്ത വിധം അവൻ അതിന് അഡിക്റ്റായി പോയി എന്നാണ് അതിനർത്ഥം. അങ്ങനെയാണ് അവൻ മരിക്കുന്നതെങ്കിൽ ഈ ലഹരിക്ക് പകരം റദഖത്തുൽ ഖബാൽ എന്ന് പറയുന്നത് കുടിപ്പിക്കുമെന്ന് പറഞ്ഞപ്പോ അവർ ചോദിച്ചു, യാ റസൂലല്ലാഹി വമാ റദഖത്തുൽ ഖബാൽ, എന്താണ് നബിയേ റദഖത്തുൽ ഖബാൽ? നരകവാസികളുടെ ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ചീഞ്ചലവും രക്തവുമാണ് അതിന്റെ അർത്ഥമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്രമേൽ അല്ലാഹുവിന്റെ റസൂൽ ഗൗരവം പറഞ്ഞ വിഷയമാണിത്. ഹബീബായ മുസ്തഫ നബി തങ്ങൾ പറയുമായിരുന്നു, വലാ തശ്റബന്നൽ ഖംറ ഫഇന്നഹാ മിഫ്താഹു കുല്ലി ശർരി, എല്ലാ ശർറുകളുടെയും താക്കോലാണത്, അതുകൊണ്ട് ലഹരിയിലേക്ക് പോകരുതേ. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എത്രമാത്രം സുരക്ഷിതത്വം നമ്മൾ ഉറപ്പുവരുത്തണം മക്കൾക്ക് വേണ്ടി എന്ന് നമ്മൾ ആലോചിച്ചു. എത്രമാത്രം ഒന്നോ രണ്ടോ ആളുകൾ, ഇഖ്ബാൽ സാഹിബോ അല്ലെങ്കിൽ നമ്മുടെ സൈനുൽ ആബിദോ അല്ലെങ്കിൽ അങ്ങനെ കുറച്ചാളുകൾ മാത്രം ഇറങ്ങിയാൽ നടക്കുന്നതല്ല ഇത്. ഇത്രമേൽ ഗൗരവത്തിൽ വിധങ്ങൾ ഉണർത്തിയ ഒരു വിഷയം നമ്മൾ ഒരൽപ്പ നേരത്തേക്ക് അശ്രദ്ധമായത് കൊണ്ടല്ലേ നമുക്കിതൊക്കെ പിടിച്ചു നിർത്താൻ കഴിയാതെ പോയത്. ആരുടെയോ ഒരു അശ്രദ്ധ, ആരുടെയോ സാരമില്ലെന്ന, കുഴപ്പമില്ലെന്ന ഒരു തരത്തിലുള്ള ആറ്റിറ്റ്യൂഡ്. ദക്ഷിണ കർണാടക എന്നറിയാം ഈമാനിന്റെ ഇറ്റില്ലമാണ്, അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ശക്തി കേന്ദ്രമാണ് ദക്ഷിണ കർണാടക.
വളരെ നല്ല ചെറുപ്പക്കാർ, സത്യസന്ധരായ മക്കള്, നല്ല ബിസിനസ്സുകാർ. ഒരുപക്ഷെ മംഗലാപുരം ടൗണിൽ തന്നെ ബിസിനസ് ചെയ്യുന്ന വലിയൊരു വിഭാഗം ആളുകളിൽ ഈ സമൂഹത്തെ പ്രതിനിധീകരിക്കുന്നത് ദക്ഷിണ കർണാടകയിൽ നിന്നാണ്. അങ്ങനത്തെ ഒരു ഏരിയയിലേക്ക് നമ്മുടെ മക്കളുടെ കൈകളിലേക്ക് ലഹരികൾ എത്തിപ്പെടാൻ തുടങ്ങി. ഒരു പ്രയാസവുമില്ലാതെ എന്ന് പറയുമ്പോൾ വലിയൊരു വീഴ്ച നമ്മുടെ കയ്യിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ട് എന്നത് യാതൊരു സംശയവുമില്ല. ആ വീഴ്ചയെ ഇനി പരിഹരിക്കേണ്ടതുണ്ട്. പുന്നാര നബി തങ്ങൾ വഫാത്തായിരിക്കുന്ന സമയം സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ വഫാത്തായി കിടക്കുമ്പോ സ്വഹാബികൾക്കിടയിൽ വലിയൊരു ചർച്ച നടന്നു. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്, എന്റെ പ്രിയപ്പെട്ട പിതാവും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും വനാസൻ, സ്വഹാബികളിൽ പ്രമാണിമാരായ കുറച്ച് ആളുകളും ജലസൂ ബഅദ വഫാത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ലോകത്തിന്റെ ഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന ലോകത്തിന്റെ സയ്യിദ്, ലോകത്തിന്റെ ഖായിദ് നഷ്ടപ്പെട്ടതിന്റെ ശേഷം ആ ദുഃഖഭാരം മറക്കാൻ കഴിയാതെ, ആ ദുഃഖം താങ്ങാനാവാതെ, ഹബീബിന്റെ സാന്നിധ്യം ഉൾക്കൊള്ളാൻ കഴിയാതെ സ്വഹാബിമാർ പരിങ്ങലിച്ചു നിന്ന് പോയ നേരത്ത് സ്വഹാബിമാർ ചെയ്ത ഒരു ചർച്ചയെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അവരെന്താണ് ചർച്ച ചെയ്യുന്നത്? അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അന്ന അബൂ ബക്കർ വഉമർ വനാസം മിന സ്വഹാബ, ഹബീബാൻ നബി തങ്ങളുടെ സ്വഹാബിമാരിൽ കുറച്ച് ആളുകളും ജലസൂ ബഅദ വഫാത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫദകറു അഅ്ളമൽ കബായിർ, വൻപാപങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ പാപം ഏതാണ്? കാരണം നബി തങ്ങൾ വഫാത്തായി പോയത് സുരക്ഷിതമായ മനോഹരമായ ഒരു വഴിയിൽ നമ്മളെ ഏൽപ്പിച്ചതിന് ശേഷമാണ്. തറകനാ അലൽ മഹജ്ജത്തിൽ ബൈളാ ലൈലുഹാ കനഹാരിഹാ ലാ യസീഗു അൻഹാ ഇല്ലാ ഹാലിക്. നശിക്കണം എന്ന് തീരുമാനിച്ചവനല്ലാതെ ഇനി നശിക്കാനിടയില്ല. കാരണം നന്മയായ നന്മകൾ മുഴുവനും നിവർത്തി വെച്ചതിന് ശേഷം തിന്മയായ തിന്മകൾ മുഴുവനും നമുക്ക് ഗൗരവമേറിയ താക്കീത് തന്നതിന് ശേഷം പകലുപോലെ വെളിച്ചം വീശുന്ന രാവുകളാണ് ലൈലുഹാ കനഹാരിഹാ. നമ്മൾ ഉപേക്ഷിച്ചു പോയ വഴി, ആ വഴി ഇരുട്ടുള്ള വഴിയാണെങ്കിൽ, രാത്രിയാണെങ്കിൽ പോലും ആ വഴിക്ക് പകലിന്റെ പ്രഭയുണ്ട്. അത്രമേൽ വ്യക്തതയോടുകൂടെ കാര്യങ്ങൾ ബോധിപ്പിച്ചതിന് ശേഷമാണ് പുന്നാര നബി ലോകത്തോട് വിട പറയുന്നത്. പിന്നെ എന്തിനാണ് സഹാബിമാർ അക്ബറുൽ ഖബായിറെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്? അഅ്ലമുൽ കബായിർ, വൻപാപങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ വൻപാപം ഏതായിരിക്കും? ഹബീബാ നബി തങ്ങൾ യാത്ര കഴിഞ്ഞു പോയല്ലോ, ഇനി ഈ ഉമ്മത്ത് നശിക്കാൻ കാരണമാകുന്ന ഗൗരവമേറിയ അക്ബറുൽ കബായിർ അല്ല, അഅ്ളമുൽ കബായിർ, വൻപാപങ്ങളിൽ ഗൗരവമേറിയത് ഏതായിരിക്കും എന്ന ചർച്ചയായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും പ്രസീദിയത്തിൽ മഹാന്മാരായ രണ്ട് സ്വഹാബിമാർ നേതൃത്വം കൊടുക്കുമ്പോൾ സ്വഹാബികൾ നടത്തുന്ന ബ്രെയിൻ സ്റ്റോമിംഗ്. എന്താണ് ഈ സമൂഹം ഇനി ഭയപ്പെടേണ്ടത്? ലോകത്തിന്റെ ഗുരു നമ്മളോട് വിട പറഞ്ഞു പോയി, പുണ്യനിബിധങ്ങൾ നമ്മളോടൊപ്പമില്ല. അതുകൊണ്ട് ഈ സമൂഹം ഇനി വഴിതെറ്റുകയാണെങ്കിൽ എന്തായിരിക്കും, എവിടെയാണ് വഴിതെറ്റാനിടയുള്ളത് എന്ന് സ്വഹാബിമാർ ചർച്ച ചെയ്യുകയാണ് ഉണ്ടായത്. അങ്ങനെ അവരെല്ലാവരും എന്നെ പറഞ്ഞയച്ചു. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നിവർ പറയുകയാണ്, എന്നെ പറഞ്ഞയച്ചു ഇലാ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുമാ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക്. അവർ ചർച്ച ചെയ്തിട്ട് അവർക്ക് കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റുന്നില്ല. അപ്പോഴാണ് ദാഹിയത്തും മിൻ ജവാഹിൽ അറബ്, മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു, ഗൽബനായ പണ്ഡിതൻ അബ്ദുല്ലാഹി ഇബ്നു ഉമറേ, നിങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു അംർ തങ്ങളോട് പോയിട്ട് ചോദിച്ചു നോക്കണം, എന്തായിരിക്കും ഏറ്റവും ഗൗരവമേറിയ സമൂഹം ഭയപ്പെടേണ്ട വിഷയം എന്താണ്? എന്താ ഭയപ്പെടേണ്ട വിഷയം? എന്താണ് അത്? വ്യഭിചാരമാണോ? അതല്ല അത് പലിശയാണോ? വേറെന്തെങ്കിലുമാണോ? യുദ്ധമാണോ? കലാപങ്ങളാണോ? എന്താണ്?
എന്താണ് അഅ്ളമുൽ കബായിർ, വൻപാപങ്ങളിൽ ഗൗരവമേറിയ വിഷയം എന്താണെന്ന ചർച്ചയ്ക്ക് പരിഹാരം കാണാൻ അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിന്റെ സ്കോളർഷിപ്പ് വേണ്ടി വന്നു. മഹാനവറുകളുടെ ഇൻസൈറ്റ്സ്, മഹാനവറുകളുടെ ഇൻഫർമേഷൻ, അവരുടെ ഇൽമ് വേണമെന്ന് പറഞ്ഞ് ഹബീബായ നബി തങ്ങളുടെ സ്വഹാബിയും ഈ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഉമർ എന്നവരുടെ മകൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ എന്നവര് ആരെടുത്തേക്ക് പോകുന്നു? അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിന്റെ അരികത്തേക്ക്. ഫഅഖ്ബറനീ, അന്നേരം അബ്ദുല്ലാഹ് ഇബ്നു അംർ എന്നവരുടെ മറുപടി അന്ന അഅ്ളമൽ കബായിരി ശർബൽ ഖംർ, ഈ ഉമ്മത്തിന് വിപത്ത് വരാൻ നിമിത്തമാകുന്ന, ഈ സമൂഹം നശിച്ചുടങ്ങാൻ കാരണമാകുന്ന ഏറ്റവും ഗുരുതരമായ, ഏറ്റവും ഭയാനകമായ വലിയൊരു തെറ്റ് എന്ന് പറയുന്നത് ശർബുൽ ഖംർ, ലഹരിയാണ്, ലഹരിയാണ്, ലഹരിയാണ് എന്ന് സ്വഹാബിമാർക്ക് മറുപടി കൊടുത്തു മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു. നോക്കണം, നമ്മൾ ദീനിന്റെ വിഷയങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്ക വിതർക്കങ്ങൾ ഉണ്ടാകാം, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, സംഘടനാ ചർച്ചകൾ ഉണ്ടാകാം. നമ്മൾ ഓർക്കണേ, നമ്മൾ ഇങ്ങനെ അനാവശ്യമായി സമയം കൊല്ലുമ്പോ ഇപ്പുറത്തെ സമുദായം ഇരിഞ്ഞു തീർന്നുകൊണ്ടിരിക്കുകയാണ്. ലഹരി കടിമകളാണ്. നമ്മൾ സമുദായത്തിന്റെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ നമുക്ക് എവിടെ നിന്ന് സമയം കിട്ടും? അതിനെ അഡ്രസ് ചെയ്യാൻ നമുക്ക് എവിടെ നിന്ന് സമയം ലഭിക്കും? അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഈ സമുദായത്തിന്റെ വിഷയങ്ങളിൽ വലുതാണ് ഉമ്മത്തി ഉമ്മത്തി ഉമ്മത്തി, എന്റെ സമുദായമേ, എന്റെ സമുദായമേ, എന്റെ സമുദായമേ എന്ന് കരഞ്ഞ നബിയാണ് നമ്മുടെ നബി. അതുകൊണ്ട് നമ്മുടെ കൺസേൺ ഉമ്മത്തായിരിക്കണം, വ്യക്തിയാവരുത്, വ്യക്തിബന്ധങ്ങളാവരുത്, നമ്മുടെ സങ്കുചിതമായ ചിന്തകളാവരുത്. സമുദായം വഴിതെറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആരോടാ നമുക്ക്, ആർക്കാ ഇമാമത്ത് നിൽക്കാനുണ്ടാവുക? നമ്മുടെ അഭിനന്ദനായ കമ്മീഷണർ അവർ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സ്പീച്ചിന് വേണ്ടി, ആശംസ ഭാഷണത്തിന് വേണ്ടി ഞാൻ വഴിമാറുകയാണ്. ಇವತ್ತಿನ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ನಾವೆಲ್ಲರೂ ಕೂಡ ನಿರೀಕ್ಷೆಯಿಂದ ಕಾಯ್ತಾ ಇದ್ದಂತಹ ಸುಧೀರ್ ಕುಮಾರ್ ರೆಡ್ಡಿ ಸಿಎಚ್ ಪೊಲೀಸ್ ಕಮಿಷನರ್ ಆಯುಕ್ತರು ಮಂಗಳೂರು ತಮ್ಮನ್ನು ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಆತ್ಮೀಯತೆಯಿಂದ ಸ್ವಾಗತಿಸ್ತಾ ಇದ್ದಾರೆ. I do personally welcome the police commissioner to this function, where I believe each and every member of the society is responsible in tackling issues like drugs and drug addiction, drug dealing, drug trafficking. Police, they play a great role protecting the humanity, protecting each and every citizen, protecting the dignity of each and every citizen. So we have to stand by them. We have to extend our hands of support, devotion and commitment in tackling this widespreading pandemic which is spoiling generations and which is targeted at our children, our students, girls and boys, our young generation. We are afraid in a society where drug dealing will prevail, we may expect nothing but spoil in the future. But we are staying optimistic. We have our prayers, we have our endeavor, our hard work, our commitment, our pledge to stand by the legal authority, police, and all NGOs who stand for protecting our youngsters, especially our youngsters, in particular our students, from the dangers of drug dealing. And I think our honorable Chief Guest will have some great message to pass on to us. So I'm just pausing in between and I'll be back inshallah after. Assalamu alaikum.